ഇന്ന് നമുക്ക് ചെറുപയറും ആവലും വെച്ചൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തയ്യാറാക്കിയെടുക്കാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ കഴിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുപയർ ആദ്യം തന്നെ കുതിർത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വേവിച്ചെടുത്ത് വെച്ചതാണിത്. നമ്മളിത് വേവിക്കുമ്പോൾ ഒരുപാടങ്ങ് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമുക്ക് കാണാൻ കിട്ടണം, പാകത്തിനുള്ള വേവായാൽ മതി. വേവിക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പാകത്തിന് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് അവലാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. ഏത് തരം അവൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാം. കട്ടിയുള്ള അവലായിരിക്കണം. ഇതിവിടെ വെളുത്ത അവലാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് അവലിന് 1/2 കപ്പ് ചെറുപയർ എന്ന കണക്കിൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ അവൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഒരു 2-3 വട്ടം കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. 1 കപ്പ് അവലിന് നമുക്കൊരു 1/2 കപ്പ് വെള്ളം തന്നെ മതിയാവും കുതിരാൻ വേണ്ടിയിട്ട്. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. ഇതിനി നമുക്കൊരു 5 മിനിറ്റ് നേരത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും അവൽ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടും. ഇതിപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം അവൽ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ചേർക്കാം. കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. അവലിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈവച്ച് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. ഈ ഉപ്പും പഞ്ചസാരയും അവലിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയാണ് കേട്ടോ. പിന്നെ 2 പച്ചമുളകും കൂടി എടുക്കുന്നുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ച് ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർക്കാം. ഇത് ഇത്രയും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ റെസിപ്പിക്ക് നമ്മൾ എണ്ണ കുറച്ച് കൂടുതൽ ചേർക്കുന്നതായിരിക്കും നല്ലത്. എണ്ണ ചൂടായതിന് ശേഷം ആവശ്യത്തിന് കടുക് ചേർക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതാണ്, അത് ചേർക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. പിന്നെ 2 വറ്റൽമുളകും കൂടി ചേർക്കാം. ഇത് ഇത്രയും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. സവാള അത്യാവശ്യം വഴണ്ട് നല്ലൊരു ബ്രൗൺ നിറം ആവണം, അതുവരെ വഴറ്റിയെടുക്കാം. അപ്പോൾ കുറച്ച് സമയം സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റും കൂടി ചേർക്കണം. പേസ്റ്റിന് ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. ഇനി വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് മുളക് പൊടിയും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് പച്ചമുളകും വറ്റൽമുളകൊക്കെ ചേർത്ത കാരണം മുളക് പൊടി ചേർക്കുന്നില്ല. നിങ്ങളഥവാ ഇതുപോലെ പച്ചമുളക് ചതച്ച് ചേർക്കുന്നില്ലെങ്കിൽ മുളക് പൊടി ചേർത്താലും മതി. മഞ്ഞൾപ്പൊടിയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുപയറാണ് ചേർക്കേണ്ടത്. ചെറുപയർ നമ്മൾ വേവിക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഇല്ലാതെ നോക്കണം. കുറച്ച് ഡ്രൈ ആയിട്ട് തന്നെ വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ചെറുപയറും കൂടി ഇട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അഥവാ വെള്ളം ഉണ്ടെങ്കിൽ നമുക്കത് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ അവിലും ഉപ്പ് ചേർത്തതാണ്, അപ്പോൾ നോക്കി ചേർത്താൽ മതി. ചെറുപയറിന് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ ഇപ്പോൾ ചേർത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ചെങ്ങാൻ ഈർപ്പം ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയാണ് ചേർക്കുന്നത്. തേങ്ങയ്ക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ ഒരു 1/4 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന അവലും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ചെറുതായിട്ടൊരു പുളിപ്പ് രസം ഇഷ്ടമാണെങ്കിൽ ഒരു 1/2 മുറി നാരങ്ങയുടെ നീരും കൂടി നമുക്ക് ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. പുളിപ്പ് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം, വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും എല്ലാ മസാലയൊക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ അവൽ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, നമുക്ക് ഡിന്നറായിട്ടും ഇത് കഴിക്കാം. ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്